മാണി കോഴ വാങ്ങിയെന്ന ജോസഫ് എം പുതുശ്ശേരിയുടെ ശബ്ദരേഖയ്ക്ക് സ്ഥിരീകരണം. ശബ്ദരേഖ വാസ്തവമെന്ന് ബാറുടമ മാത്യു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. താനുമായുള്ള സംസാരത്തിലാണ് ജോസഫ് എം പുതുശ്ശേരി ഇക്കാര്യം വ്യക്തമാക്കിയതെന്നും ബാറുടമ മാത്യു പറഞ്ഞു. ബാർ ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി KM മാണി കോഴ വാങ്ങിയിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്നാണ് കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് എം പുതുശ്ശേരിയുടെ വാക്കുകളുടെ പൊരുൾ തേടിയാണ് പീപ്പിൾ വാർത്താ സംഘം തിരുവല്ലയിലെ ബാറുടമ മാത്യൂസിനെ സമീപിച്ചത്. പുതുശ്ശേരിയുമായി സംസാരിക്കാൻ ഇടയായ സന്ദർഭത്തെക്കുറിച്ച് ബാറുടമ മാത്യൂസ് പറയുന്നതിങ്ങനെ: ഇപ്പം പുതുശ്ശേരിയായിട്ടുള്ള ശബ്ദരേഖ പുറത്തുവന്നല്ല, ഏത് സാഹചര്യത്തിലായിരുന്നു അന്ന് ഈ പുതുശ്ശേരിയെ കാണുകയും മറ്റും ചെയ്തത്? ഞാൻ എൻ്റെ വിഷമമൊക്കെ പോയെന്ന് പറഞ്ഞ് ഇത് പറ്റുമെങ്കിൽ മനസ്സാറെ പറഞ്ഞ് തിരുത്തണമെന്നുള്ള രീതിയിലാണ് ഞാൻ പോയി പറഞ്ഞത്. പുറത്തു പോയത് ഞാൻ എനിക്കറിയില്ല. നേരത്തെ മറ്റേ ഫോൺ മാറി അങ്ങനെയാണ് അത് പുറത്തു വന്നത്. അല്ലാതെ നമ്മളായിട്ട് കൊടുക്കൂ ശബ്ദരേഖ ശരിയാണ്. ബിജു രമേശ് കോഴ വിവാദം ഉയർത്തുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് ബാറുടമ മാത്യൂസ് ജോസഫ് പുതുശ്ശേരിയുമായുള്ള സംഭാഷണം നടന്നതെന്നും മാത്യൂസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നു സംസാരിച്ചത്? പുതുശ്ശേരി ബാറുകൾ എല്ലാം അടയ്ക്കാനുള്ള കാരണം മണസാറാണ്. മണസാറ് നമ്മുടെ സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിൽ എല്ലാവരും തുറന്നു പോയേനെ. പിന്നെ ഇതിൻ്റെ പുറകിലത്തെ അഴിമതി ആരോപണങ്ങളൊക്കെ എല്ലാ ബാറുകാരും പറയുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് അത് സാറിനോടൊക്കെ പറഞ്ഞ് അത് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ബാർ വിഷയം പരിഹരിക്കാൻ പത്തനംതിട്ട MLA അഡ്വക്കേറ്റ് ശിവദാസൻ നായർ അടക്കമുള്ളവരുമായി സംസാരിച്ചുവെന്നും മാത്യൂസ് ഞങ്ങളോട് പറഞ്ഞു. ബാർ കോഴ വിഷയത്തിൽ നടന്ന അന്വേഷണവും തുടർന്ന് വിജിലൻസ് SP സുകേശൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും കേരളത്തിലെ പൊതുജനമധ്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരള കോൺഗ്രസിലെ തന്നെ വലിയ നേതാവായ പുതുശ്ശേരിയുടെ വലിയ വെളിപ്പെടുത്തലുകളുടെ തെളിവ് പുറത്തുവരുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി.